മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇപ്പം വ്യത്യസ്ത കോളേജുകളുണ്ടെന്ന് പറഞ്ഞു. ഇവയെ നമുക്ക് നല്ല കോളേജുകൾ ഏതാണെന്നെല്ലാം മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ പഠിച്ച കുട്ടികൾ അല്ലെ ബാക്കിയുള്ളവരോട് അന്വേഷിക്കുക. ഇതിന് പുറമെ നമുക്ക് ഏതെങ്കിലും റാങ്കിങ് വെച്ചിട്ട് ഇപ്പോൾ NIRF റാങ്കിങ് ആ ഒരു രൂപത്തിലുള്ള റാങ്കിങ് വെച്ചിട്ട് നമുക്ക് ഈ സ്ഥാപനങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. മെക്കാനിക്കലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം യന്ത്രങ്ങൾ, അതുപോലെ തന്നെ അവിടെ ഉൽപ്പാദനം, അതിൻ്റെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാനുഫാക്ചറിങ് എന്നുള്ള ഒരു ഏരിയ ആയിരിക്കും വരിക. ഇപ്പോൾ അത് കുറച്ചും കൂടി പുതിയതായിട്ട് വരുമ്പോൾ വെച്ചാൽ ഇതിൽ പൊതുവിൽ പെൺകുട്ടികൾ ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പൊതുവെ കുറവായിരിക്കും. അതിൻ്റെ ഒരു കാരണം ഭയങ്കര ഹെവി യന്ത്രങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങൾ, അതിന് ആ ഒരു നിലക്കുള്ള ഒരു ഹെവിയർ ജോബായിട്ടാണ് പൊതുവെ മെക്കാനിക്കലിനെ കണ്ടിരുന്നത്. ഒരു ഫാക്ടറിയിൽ ഭയങ്കര ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള. പക്ഷേ പൊതുവെ ഇപ്പോൾ മെക്കാനിക്കൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഫവാസ് TK ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഫവാസ്ക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ എന്തൊക്കെയാണ് പഠിക്കാനുണ്ടാവുക, അതിനെക്കുറിച്ചൊരു ബ്രോഡായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇപ്പോൾ ഒരു കുട്ടി സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണുള്ളത്? ഇപ്പോൾ നമ്മൾ ഏതൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും അതിന് പൊതുവേ നമ്മൾ ഒരു ഇന്ത്യൻ സെനാരിയയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങൾ IIT-കളാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ. അപ്പം JEE അഡ്വാൻസ്ഡ് എക്സാമിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഒരുവിധം IIT-കളിലൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട IIT-കളെ IIT മദ്രാസ്, ഡൽഹി, ബോംബെ, അതുപോലെ തന്നെ കാൺപൂർ, ഖരഗ്പൂർ ഒക്കെ പഴയ IIT-കളിലൊക്കെ തന്നെ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പെട്ട, അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത്, നല്ല വിദഗ്ധരായ അധ്യാപകരൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് NIT-കളുണ്ട്. അത് NIT-കൾ ഇപ്പം നമ്മളുടെ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ കോഴിക്കോട്, അതുപോലെ തന്നെ സൗത്തിലുള്ള എല്ലാ NIT-കളുണ്ട്. കോഴിക്കോട്, ട്രിച്ചി, അതുപോലെ തന്നെ സൂറത്ത് കല്ല്, വാറങ്കല്ല്, ഈ സൗത്തിലുള്ള 4 NIT-കളും ഒക്കെ എന്താണ് അറിയപ്പെടുന്ന NIT-കളും നല്ല റാങ്കിങ്ങിലുള്ള NIT-കളൊക്കെ തന്നെ. അപ്പം ഇതെല്ലാം എന്താണ്, ഇതിലൊക്കെ തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു GFT-കളുണ്ട്, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള സെൻട്രൽ ഗവൺമെൻറ് കീഴിലൊക്കെ IIEST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, IIEST എന്ന് പറഞ്ഞിട്ട് ബംഗാളിലുണ്ട്. അതുപോലെയുള്ള ചില സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവുണ്ട്. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള നല്ല, ഇപ്പം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ എന്തുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പം ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ഉണ്ട്, അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുണ്ട്. അങ്ങനെയുള്ള മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, GEC തൃശ്ശൂർ, അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിലുള്ള TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ അത്യാവശ്യം നല്ല മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ള, അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ്സും നല്ല റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്സും നല്ല ക്വാളിറ്റി ഇൻടേക്കും ഒക്കെ ഉള്ള സ്ഥാപനങ്ങളാണ് ഇവ. ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇപ്പം വ്യത്യസ്ത കോളേജുകളുണ്ടെന്ന് പറഞ്ഞു. ഇവയെ നമുക്ക് നല്ല കോളേജുകൾ ഏതാണെന്നെല്ലാം മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ പഠിച്ച കുട്ടികൾ അല്ലെ ബാക്കിയുള്ളവരോട് അന്വേഷിക്കുക. ഇതിന് പുറമെ നമുക്ക് ഏതെങ്കിലും റാങ്കിങ് വെച്ചിട്ട് ഇപ്പോൾ NIRF റാങ്കിങ് ആ ഒരു രൂപത്തിലുള്ള റാങ്കിങ് വെച്ചിട്ട് നമുക്ക് ഈ സ്ഥാപനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമോ? അതിൽ നമുക്ക് ഒരു ഇപ്പം NIRF റാങ്കിങ് പോലുള്ള റാങ്കിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ NAC പോലുള്ള അക്രഡിറ്റേഷൻ, NAC ഉണ്ട് മൊത്തത്തിലുള്ള ക്യാമ്പസുകൾക്ക്. അതുപോലെ തന്നെ NBA അക്രഡിറ്റേഷൻസ് ഉണ്ട് ഓരോരോ പ്രോഗ്രാംസിന്. അതുപോലെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ NIRF റാങ്കിങ്ങുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ പൊതുവിൽ എന്തുണ്ട്, നമുക്ക് ഈ ഒരു IIT-കൾ, അതിൻ്റെ തൊട്ടു താഴെ ഒരു ഹെയറാർക്കി NIT-കൾ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള എന്തുണ്ട്, അതുപോലെ തന്നെ പിന്നെയാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ വരുന്നത്. ഇതൊരു പൊതുവിലുള്ള ഒരു ഹെയറാർക്കി. IIT-കൾ, പിന്നെ അതിൻ്റെതായ IAST പോലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ NIT-കൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുണ്ട്. അതൊക്കെ IIT-കളുടെ അതേ ലെവലിലുള്ള സ്ഥാപനങ്ങളാണ്. ഇതിൽ നമുക്ക് NIRF റാങ്കിങ്ങിനെ മാത്രം ബ്ലൈൻഡായിട്ട് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാങ്കിങ്ങിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ടാവും. റാങ്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ മാത്രം നോക്കി, എസ്പെഷ്യലി പ്രൈവറ്റ് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്താ വെച്ചാൽ ഇപ്പം ഒരു IIT-കളൊന്നും അവർ ഈ റാങ്കിങ് NIRF റാങ്കിങ്ങിനെ ലക്ഷ്യമാക്കിയിട്ട് വർക്ക് ചെയ്യണവരല്ല. അത്ര തന്നെ അതിനെ പരിഗണിക്കണില്ല. അവർ അവരുടെ ഒരു ക്വാളിറ്റിയിൽ പോകുന്നു. അപ്പം അവരുടെ ക്രൈറ്റീരിയയും ഇവിടെ റാങ്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ തമ്മിൽ ചിലപ്പോൾ ഉണ്ടാവും ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചിലവരൊക്കെ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ചില IIT ബാക്കിലായി പോയല്ലോ, NIRF-ൽ ഇന്ന പ്രൈവറ്റ് സ്ഥാപനം മുന്നിലായി പോയല്ലോ എന്നുള്ളത്. പക്ഷേ എന്നാലും റാങ്കിങ്ങിൽ വരാൻ ഒരു പരിധി. പക്ഷെ അതിനകത്ത് അത് ആസ് സച്ച് ഒരു ബ്ലൈൻഡായിട്ട് എടുക്കുമ്പം അതിനു വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന റൂബ്രിക്സ്,
അതെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ റൂബ്രിക്സും എന്തുണ്ട്, ഇപ്പോൾ KIRF റാങ്കിങ് വന്നു. KIRF റാങ്കിങ്ങിൽ ഉള്ള അതൊരു പുതിയ ഒരു സംവിധാനമാണ് ഈ കേരളത്തിൽ വന്നത്. പക്ഷെ അതിനെ നമുക്ക് അബ്സല്യൂട്ടിൽ അതുപോലെ എടുക്കുമ്പോൾ എന്തുണ്ട്, നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു മനസ്സിലാക്കാനുള്ള ഒരു ഫ്രെയിം വർക്ക് അതിൽ കിട്ടുമെന്നുള്ളതാണ് അതിലുള്ളത്. അത് 3-ലുള്ള സ്ഥാപനം മോശമാണ്, 2-നെക്കാട്ടിലും എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു റൂബ്രിക്സ് വെച്ചിട്ടുള്ള ഒരു റാങ്കിങ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഒരു കോർ ഏരിയ എന്നുള്ള രൂപത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പല രൂപത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആണെങ്കിൽ, അപ്പോൾ ആ രൂപത്തിൽ പല രൂപത്തിൽ അതിൻ്റെ ഒരു ഉപവിഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ഉപവിഭാഗങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ് വരിക? ഇപ്പോൾ മെക്കാനിക്കൽ, ഇപ്പം നമ്മൾ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പം കോഴിക്കോട് NIT-യിലാണെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് യഥാർത്ഥത്തിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം JEE മെയിനിലൊക്കെ ഒത്തിരി റാങ്ക് പ്രോഗ്രാമുള്ളവർക്ക് എന്ത് ചെയ്യും, പൊതുവെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എടുക്കാൻ പറ്റും. എന്നാൽ കോർ എഞ്ചിനീയറിംഗ് വരില്ല, പക്ഷേ നല്ല വലിയ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നത്, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് NIT-യിൽ പഠിക്കാനുള്ളൊരു അവസരം കിട്ടും. അങ്ങനെയൊക്കെയുള്ള എന്തുണ്ട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അവിടെ പിന്നെ BTech മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ്. ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ എന്താണ് ഉണ്ടാവുക? പ്രൊഡക്ഷൻ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു മെക്കാനിക്കലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം യന്ത്രങ്ങൾ, അതുപോലെ തന്നെ അവിടെ ഉൽപ്പാദനം, മാനുഫാക്ചറിങ്, ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാനുഫാക്ചറിങ് എന്നുള്ള ഒരു ഏരിയ ആയിരിക്കും വരിക. ഇപ്പോൾ അത് കുറച്ചും കൂടി പുതിയതായിട്ട് വരുമ്പോൾ എന്താ വെച്ചാൽ അത് ഓട്ടോമേഷൻ ആയിട്ട് വരും. ഓട്ടോമേഷൻ വരുന്നുണ്ട് അതിൽ. അങ്ങനെയുള്ള ഒരുപാട് പിന്നെ റോബോട്ടിക്സ് വരും. അങ്ങനെയുള്ള കുറച്ച് ഏരിയകൾ കൂടി എന്ത് ചെയ്യും, ഇപ്പോൾ പുതിയ മേഖലകളിൽ നിന്നും പണ്ടൊരു ഫാക്ടറിയിലെ ഒരു ഉൽപ്പാദനം മാത്രം വരുമ്പോൾ ഇപ്പോൾ അതിന് എന്ത് ചെയ്യും, ഒരു ജനറേഷൻ ആയിട്ടുള്ള ഒരു ഇപ്പം ഡിജിറ്റൽ മാനുഫാക്ചറിങ് വരും. അതുപോലെ തന്നെ 3D പ്രിൻറ്റിങ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇപ്പം അത് പുതിയ പ്രധാനമായിട്ടും പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ഫാക്ടറിയിലെ ഒരു ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള ഏരിയകളാണ് അതിൽ വരിക. പിന്നെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് ഒരു മെക്കാനിക്കലിൻ്റെ ഉപവിഭാഗം എന്നും പറയാം, അതേസമയം അതൊരു തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണെന്നും പറയും. അതും ഒരു എമർജിങ് ഏരിയ തന്നെയാണ്. കാരണം ഇപ്പോൾ എല്ലാത്തിനും മെറ്റീരിയൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അത് ആ നിലക്കുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ മെറ്റലർജി, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും അതിൽ വരും. അപ്പോൾ അതും കോഴിക്കോട് NIT-യിൽ എന്തുണ്ട്, അതുപോലെ മെറ്റീരിയൽസ് സയൻസ്, BTech മെറ്റീരിയൽ സയൻസ് ഉണ്ട്. അതുപോലെ BTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം CET-യിലൊക്കെ എന്താ വെച്ചാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് BTech ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതായത് ഈ നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൂടുതൽ കാര്യക്ഷമമാക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ക്വാളിറ്റി കൂട്ടാനൊക്കെ ഉള്ള ആ നിലക്കുള്ള ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ചില സ്ഥാപനങ്ങളിൽ എന്തുണ്ട്, BTech ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പം KSRTC-യുടെ കീഴിലുള്ള SCT എഞ്ചിനീയറിംഗ് കോളേജിൽ BTech ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ചില കോളേജുകളിൽ എന്തുണ്ട്, അങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് BTech എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. നമ്മളുടെ IIT ഒക്കെ പോലെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ISRO-യുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അതും JEE അഡ്വാൻസ്ഡ് മുഖേന അഡ്മിഷനുള്ള ഒരു കോഴ്സാണ്. അവിടെയും ഇതുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയും ഈ BTech എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ അലൈഡ് ബ്രാഞ്ചസ് എന്തുണ്ട് പലയിടത്തുമായിട്ട് എന്തുണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ എന്തുണ്ട് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് പലയിടത്തും ഉണ്ട്. അപ്പോൾ ഇതിലൊരു കുട്ടി ഇങ്ങനത്തെ ഒരു ഏരിയകളിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ടും പിന്നെ ഏതൊരു ഓട്ടോമൊബൈലാണോ, അതല്ല പ്രൊഡക്ഷനാണോ, അതല്ല മെറ്റീരിയൽ സയൻസ് ആണോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതിലേക്കാണ് പോകാൻ നല്ലതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു സേഫർ സൈഡ് എന്നുള്ള രൂപത്തിൽ ഒരു BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പിന്നെ ഒരു ഉപരിപഠനത്തിൻ്റെ ആ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ MTech ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അല്ല, പൊതുവെ അക്കാദമീഷ്യൻസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്താണെന്ന് വെച്ചാൽ ഒരു ബേസിക് ബ്രാഞ്ചസ് എപ്പോഴും ഒരു കോറ്, നമ്മുടെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ളൊരു കോർ ബ്രാഞ്ചസ് എടുക്കുകയും UG ലെവലിൽ പിന്നെ നമുക്ക് ഒരു മാസ്റ്റേഴ്സൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ഏരിയയിലേക്ക് പോകാം എന്നുള്ളത് പൊതുവെ അക്കാദമീഷ്യൻസൊക്കെ, ഒരു കൺവെൻഷണൽ അക്കാദമീഷ്യൻസൊക്കെ പൊതുവെ പറയുന്ന ഒരു മെത്തഡോളജിയാണ്. പക്ഷേ അവിടെയും ഒരു ചെറിയൊരു കാര്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നല്ലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോർ ബ്രാഞ്ചസിന് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. അതെ.
അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഇത് കോറിലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഇപ്പം നമുക്കൊരു IIT ഖരഗ്പൂർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ IIT മദ്രാസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഈ ആദ്യത്തെ ഈ കോർ 5 ബ്രാഞ്ചുകൾക്ക് വളരെയധികം റാങ്ക് വേണ്ടി വരും. അതെ. എന്നാൽ അവിടെ ചിലപ്പോൾ എന്തുണ്ടാവും, ബിടെക് പെട്രോളിയം എഞ്ചിനീയറിംഗ് ഉണ്ടാവും IIT മദ്രാസിൽ ഉണ്ടെന്നുണ്ടാവും, അല്ലെങ്കിൽ ബിടെക് നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉണ്ട് IIT മദ്രാസിലും ഖരഗ്പൂരിലൊക്കെ. അതൊക്കെ ഈ അഡ്വാൻസിൽ കുറച്ചും കൂടി റാങ്ക് പുറകിലുള്ളവർക്ക് കിട്ടും. ഇപ്പോൾ NIT കാലിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ കിട്ടുന്ന റാങ്കും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ മോശമായതുകൊണ്ടല്ല, പക്ഷേ ഒരു ആളുകൾ ആ നേരത്തെ പറഞ്ഞ പോലെ കോർ ബ്രാഞ്ചസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, അതർ ബ്രാഞ്ചസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അവർക്ക് അവിടെ പഠിക്കാൻ പറ്റും. എന്നാൽ അവർക്ക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഫെസിലിറ്റീസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ പ്ലേസ്മെൻറ്റ്സിലൊക്കെ പലതിലും അവർക്ക് ഒരുവിധം നല്ല പ്ലേസ്മെൻറ്റ്സിലൊക്കെ അവർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ എത്തി അവർ നന്നായി എക്സൽ ചെയ്തിട്ട് അവിടുത്തെ കോർ ബ്രാഞ്ചുകാരുടെ കൂടെ പിന്നെ കോമ്പീറ്റ് ചെയ്ത് നല്ല ജോലിയൊക്കെ വാങ്ങുന്ന കുട്ടികളും ഇതുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അതും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കോറല്ലാത്ത ബ്രാഞ്ചസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അതും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പലരും ചൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു നിലക്ക്. അപ്പോൾ നമ്മൾ പിന്നെ കോർ ബ്രാഞ്ച് കിട്ടുമെന്ന് നോക്കുക. അത് കിട്ടി, ഇപ്പോൾ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കോർ ബ്രാഞ്ച് അല്ലെങ്കിലും അതിൻ്റെ അലൈഡ് ബ്രാഞ്ച് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് ചൂസ് ചെയ്യണമായിരിക്കും നല്ലത് എന്നുള്ളതാണ്. അതായത് ആ കുട്ടിക്ക് ഒരു പ്രത്യേക ബ്രാഞ്ചിനോടൊരു താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രത്യേക ഇന്ന ബ്രാഞ്ച് തന്നെ വേണം എന്നുള്ളൊരു പാഷനൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്കും പൊതുവെ കുട്ടികൾ ആ ഒരു ഓപ്ഷൻ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇതിൽ പിന്നെ പൊതുവിൽ പെൺകുട്ടികൾ ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ പൊതുവെ കുറവായിരിക്കും. അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ പെൺകുട്ടികൾ പണ്ടൊക്കെ എന്താ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാലും യന്ത്രങ്ങൾ, ഭയങ്കര ഹെവി യന്ത്രങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങൾ, അതിന് ആ ഒരു നിലക്കുള്ള ഒരു ഹെവിയർ ജോബായിട്ടാണ് പൊതുവെ മെക്കാനിക്കലിനെ കണ്ടിരുന്നത്. ഒരു ഫാക്ടറിയിൽ ഭയങ്കര നൈറ്റ് ഷിഫ്റ്റൊക്കെ ഉള്ള അങ്ങനെയുള്ള. പക്ഷേ ഈ പൊതുവെ ഇപ്പോൾ മെക്കാനിക്കൽ ഇപ്പോഴും ഫാക്ടറി ടൈപ്പ് ജോബ്സ് ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയുള്ള എഞ്ചിനീയർ ട്രെയിനി ആയിട്ടും മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോബുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പൊതുവേ കമ്പ്യൂട്ടറൈസ് ആയിട്ടുള്ളൊരു ഒരു കാലഘട്ടത്തിൽ ഡിസൈൻ ഫീൽഡിൽ അതുപോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ഫീൽഡുകൾ എന്തുണ്ട്, ഇപ്പം അവർക്ക് ഇപ്പം കമ്പ്യൂട്ടറൈസേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതുപോലെ കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ് ഒക്കെ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ട് തന്നെ എല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു ജോബിലേക്ക് പല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റോളുകൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പെൺകുട്ടികൾക്ക് തന്നെ ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഈ JEE-ലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗേൾസിനൊരു കോട്ടയുണ്ട്. അപ്പം ആ ഇത്ര പെർസെൻറ്റേജ് ഗേൾസിനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ അഡ്മിഷൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കിട്ടാൻ എന്താണ്, അങ്ങനെയൊക്കെ NIT കാലിക്കറ്റിലൊക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി പെൺകുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ജോലി സാധ്യതകളിലേക്ക് വരാം നമുക്ക്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ഉപവിഭാഗങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോലി സാധ്യത നാട്ടിലും അതുപോലെ തന്നെ വിദേശത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ജോലി സാധ്യതകൾ? അപ്പം അതിൽ നമുക്ക് നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം കേരളത്തിൽ എന്ന് പറയുന്നത് കേരളത്തിലിപ്പം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന മെക്കാനിക്കലിൽ പൊതുവെ ലിമിറ്റഡ് ആയിട്ടുള്ള ജോലി സാധ്യതകളാണ്. ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയറിങ്ങിനാണ് കൂടുതലായിട്ട് ഇപ്പം PWD-യിലും അതുപോലുള്ള പിന്നെ ഇലക്ട്രിക്കലിന് KICB പോലുള്ള സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സെക്ടറിൽ പൊതുവെ മെക്കാനിക്കലിന് കുറവാണ്. എന്നാൽ പോലും നമ്മുടെ പോളിടെക്നിക്കുകളിൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അധ്യാപനം, അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ ഇപ്പം PWD-യിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള ചില പോസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ, ഈ അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മിഷനറികളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന അവിടെയൊക്കെ തന്നെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ചില ഫാക്ടറികളൊക്കെ തന്നെ ഇപ്പോൾ FACT, അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML, അങ്ങനെയൊക്കെയുള്ള ചില ഫാക്ടറികളിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഹാർബർ എഞ്ചിനീയറിംഗ്, അതൊക്കെ പലതും കേരള PSC മുഖേന ചേരാവുന്ന ചില മേഖലകളാണ്. പിന്നെ ഇന്ത്യയിലേക്ക് നമുക്ക് വരുമ്പോൾ ഒരു ഇന്ത്യൻ ലെവലിൽ പോകുമ്പോൾ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സെൻട്രൽ PWD, അതുപോലെ തന്നെ പല മേഖലകളിൽ റെയിൽവേൻ്റെ കീഴിലുള്ള അതുപോലെ റെയിൽവേൻ്റെ കീഴിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റെയിൽവേ യഥാർത്ഥത്തിൽ ഒരു മെക്കാനിക്കലിന് നല്ല ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സ്ഥലമാണ് ഇന്ത്യൻ റെയിൽവേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ എഞ്ചിനീയറിംഗ് പവർ പ്ലാന്റുകൾ NTPC പോലെ അവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അധികം എന്താ വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പണ്ട് അവരൊക്കെ ഓരോരുത്തരും വേറെ എക്സാംസ് നടത്തായിരുന്നു. ഇപ്പോൾ പൊതുവേ ഉള്ളത് അവരും അവരുടേതായിട്ടുള്ള CBT-കൾ ചിലരൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പൊതുവെ PSU-കൾ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഗേറ്റ്
പണ്ട് ഗേറ്റ് എന്നുള്ളത് ഒരു പി ജിക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഗേറ്റ് എന്നുള്ളത് PSUs ഒക്കെ അതിനൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. അത് അവർക്ക് അവരുടെ ആ ഒരു ബിടെക് ബ്രാഞ്ചിൽ അവർക്കൊരു അത്യാവശ്യം നല്ല വിവരമുണ്ട് എന്നുള്ളത് അളക്കാനുള്ളൊരു എക്സാം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളെ പിന്നെ അവരുടേതായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മുടെ പവർ സെക്ടർ ആണെങ്കിൽ NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്, അതുപോലെ തന്നെ ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ ഈ റിഫൈനറി അങ്ങനത്തെ ഏരിയയിലാണെങ്കിൽ നമ്മളുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം HPCL, അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ IOCL, അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം BPCL, അതുപോലെ തന്നെ മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ കെമിക്കൽസ് MRPL മംഗലാപുരം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ രംഗത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ എയറോനോട്ടിക്സ് ആണെങ്കിൽ HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതുപോലെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ബെല്ല്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ പോലുള്ള അങ്ങനെ. പിന്നെ അതുപോലെ നമ്മുടെ ഈ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ISRO, അതുപോലെ തന്നെ DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗേറ്റ് മുഖേനയും അവരുടേതായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, ഗേറ്റ് സ്കോർ ഗേറ്റ് സ്കോർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള അവർക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് അവരൊരു സൗകര്യത്തിന് വേണ്ടി ഗേറ്റ് എടുക്കുന്നു. പക്ഷേ ഗേറ്റ് മുഖേന എന്തുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട്, ഈ നിലക്കുള്ള പബ്ലിക് അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് നല്ല പേ സ്കെയിലുള്ള ജോബുകളാണ് എന്തുള്ളത് ഈ ഒരു ഗേറ്റ് മുഖേന ഇവർക്ക് ഒരു ഇന്ത്യയിൽ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ആ നിലക്ക് എന്തുണ്ട് ഈ ഗവൺമെൻറ് രംഗത്ത് തന്നെ ഉണ്ട്. പിന്നെ കുറേ പ്രൈവറ്റ് ഫീൽഡിൽ എന്തുണ്ട്, ഇപ്പം പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടൊരു കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളാണ്, പബ്ലിക് സെക്ടറിലെ അണ്ടർടേക്കിങ്സ് ആണ്. ഇനിയിപ്പം ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പം പല രൂപത്തിലുള്ള കമ്പനികൾ കേരളത്തിനകത്തും കുറേയധികം പുറത്തുമാണുള്ളത്. അപ്പോൾ ഇതേതൊക്കെയാണ് മേഖലകളുള്ളത്? അപ്പം നമുക്ക് ഇപ്പം പറയാണെങ്കിൽ നമുക്ക് സ്റ്റീൽ കമ്പനികൾ, നമുക്കിവിടെ കേരളത്തിലും തമിഴ്നാട്ടിലും കോയമ്പത്തൂരൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റീൽസ് കാണുന്നുണ്ടല്ലോ, പല പല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റീൽസ്. അപ്പം അങ്ങനെ സ്റ്റീൽ കമ്പനികളിൽ വരും. അതുപോലെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ വരും. പലപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ പല ബ്രാൻഡുകളുടെ എന്തുണ്ട് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ എന്തുണ്ട് പലയിടത്തായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിൽ തന്നെയുള്ള വളരെ ഇപ്പോൾ സ്റ്റീൽ സിറ്റി, ഇപ്പം ജംഷഡ്പൂർ, അതുപോലെ തന്നെ ബൊക്കാറോ സ്റ്റീൽ സിറ്റി, അങ്ങനെയൊക്കെയുള്ള പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം അലുമിനിയം കമ്പനികളുണ്ട് പലയിടത്തും. ഗവൺമെൻറ് രംഗത്തുള്ള അലുമിനിയം കമ്പനിയുണ്ട്, പ്രൈവറ്റ് അലുമിനിയം കമ്പനികളുണ്ട്. അവിടെയൊക്കെ തന്നെ എന്തുണ്ട് ഇവർക്ക് ഇതുണ്ട്. പിന്നെ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. ഈ സ്റ്റീൽ പ്രൊഡക്ഷനിൽ ഇന്ത്യ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റേതായ കുറേ തൊഴിൽ സാധ്യതകൾ അതിലുണ്ട്. അതെ അതെ. ഇപ്പം സ്റ്റീലിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം അതൊക്കെ വളരെ പഴക്കമുള്ളതാണ്. ഇപ്പം ജാംഷഡ്പൂർ, ടാറ്റ നഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഏരിയയിൽ എന്താണ് ഈ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള മാനുഫാക്ചറിങ്. അതുപോലെ തന്നെ മെഷീൻ ടൂൾസ്, ഇപ്പം HMT പോലുള്ള ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എന്തുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ നിലക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട്. പിന്നെ ഒരു പാൻ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ട് ആ നിലക്ക് ഗവൺമെൻറ് രംഗത്തും പ്രൈവറ്റ് രംഗത്തും എന്തുണ്ട് ഇവർക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷന് ഗേറ്റ്, അതുപോലെ തന്നെ അതാത് കമ്പനികൾ ചിലപ്പോൾ നടത്തുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മുഖേനയൊക്കെയാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ. ഇതിൽ ഇപ്പം ഈ ഒരു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഉപവിഭാഗങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഏകദേശം ഇതിലേക്കൊക്കെ ഈ പറഞ്ഞ മേഖലകളിലേക്കൊക്കെ വരാൻ പോകാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് പോകാവുന്ന വേറൊരു ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ളൊക്കെ ജോലികൾ, പ്രത്യേകിച്ച് നമ്മളുടെ ഓവർസീസ് മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ അവിടെ കുറച്ചും കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവിടുത്തെ ഒരു ഇൻഡസ്ട്രികളുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചുള്ള ഇപ്പം ഉദാഹരണം ഓയിൽ ആൻഡ് ഗ്യാസ്, അത് നല്ലൊരു ഫീൽഡാണ്. അതുപോലെ തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, നമുക്ക് NDT എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ്, ഒരു ഇൻഡസ്ട്രിയിലൊക്കെ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ക്വാളിറ്റി അഷുറൻസ്, QA/QC എഞ്ചിനീയർ എന്ന് പറയും, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ എന്നുള്ളത്. അതുപോലെ തന്നെ ഒന്നിച്ചുള്ള വലിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ബിൽഡിംഗ് പ്രൊജക്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു പവർ പ്ലാന്റ് പ്രൊജക്റ്റ് ആയിരിക്കാം. അവിടെയുള്ള പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ PMP എന്നുള്ള. അപ്പം അതുപോലെ തന്നെ വലിയ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ്, അതിലുള്ള ഇപ്പോൾ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ EPC പ്രൊജക്ട്സുകൾ, അതുപോലെ തന്നെ വലിയൊരു പ്ലാൻസിൻ്റെ ഒക്കെ തന്നെ അവിടെയുള്ള MEP ഉണ്ട്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, അതെല്ലാം കൂടിയുള്ള അതിൽ ഒരു ഭാഗമാണ് HVAC എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് വെന്റിലേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ്. അതിന് വേണ്ട എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്, അതിന് വേണ്ട ഡക്റ്റുകളെല്ലാം ഡിസൈൻ ചെയ്ത് എയർ കണ്ടീഷനിങ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മൊത്തത്തിൽ അത് ഈ MEPയുടെ ഒരു ഭാഗമായിട്ട് HVAC നമുക്ക് പറയാം, HVAC എഞ്ചിനീയർ എന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, മൊത്തത്തിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ
ഇപ്പം നമ്മുടെ സിമെൻറ്റും മണലൊക്കെ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ചെയ്യുമെങ്കിലും ബാക്കി അതിൻ്റെ ഫയർ ഡക്സ്, അതുപോലെ തന്നെ പൈപ്പ് ലേയിങ്, പൈപ്പ് ലൈൻസ്, അതുപോലെ തന്നെ ഈ AICക്ക് വേണ്ട ഡക്റ്റുകൾ, ഇതെല്ലാം ഉണ്ടാക്കുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. അതുപോലെ ഇനി ഇതെല്ലാം കൂടി MEPയും ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എല്ലാം കൂടി ഉള്ള BIM എന്നുള്ളൊരു ഏരിയ ഉണ്ട്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ BIM എന്നുള്ള അതിലൊക്കെ തന്നെ സ്പെഷ്യലൈസേഷനുള്ള കോഴ്സുകളുണ്ട്, MEPയിലും BIMമിലൊക്കെ തന്നെ. അപ്പോൾ ആ ഏരിയയിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക്, NDTയിലേക്ക്, അതുപോലെ തന്നെ BIM ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, അതുപോലെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിങ്, അതുപോലെ സേഫ്റ്റി. ഇപ്പോൾ സേഫ്റ്റിയുടെ ചില കോഴ്സ്, നെബോഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഇൻ ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെയൊക്കെ ചില ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്തിട്ട് സേഫ്റ്റി ഫീൽഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ ജോലി സാധ്യതകളും എന്തുണ്ട്, മെക്കാനിക്കലുകാർക്കുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറെ കോഴ്സുകൾ കഴിയേണ്ടതുണ്ട്, ചില ട്രെയിനിങ് ചിലപ്പോൾ കഴിയുന്നുണ്ടോ, കോറായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ മതി. അത് ഫീൽഡിലേക്ക് പോകുമ്പോൾ ചെറിയ പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഇൻ്റർനാഷണൽ ലെവൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചില സർട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ആ ഫീൽഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അവർ ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ വ്യത്യസ്തങ്ങളായ പഠന മേഖലകളും അതുപോലെ തന്നെ അതിന് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ, അതുപോലെ അതിൻ്റെ ജോലി സാധ്യതകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഫവാസ്കക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.